മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എന്താണ് ഈ മന്ന വീഡിയോ എന്ന് ഈ വീഡിയോയെക്കുറിച്ച് കുറച്ച് പേരോട് എനിക്ക് ഉത്തരം പറയേണ്ടി വന്നു. അപ്പോൾ ആ കഥയൊന്ന് പറയാം. മന്ന എന്നാൽ ഡെയിലി ബ്രെഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ഡെയിലി ബ്രെഡ് ഏതെല്ലാം തരത്തിലുള്ള ബ്രെഡാണ് നമുക്ക് എന്നും വേണ്ടത്? ആത്മശരീര മനസ്സുകൾക്കുള്ള ബ്രെഡാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം, ബൈബിളിൽ മന്ന എന്ന വാക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസത്തിലും ദുഃഖത്തിലും യാത്രയിലും ഭക്ഷണമില്ലാതെയും ആവലാതിപ്പെട്ടും കിടന്നവർക്ക് ദൈവം കൊടുത്ത ഒരു സ്വർഗീയ ഭക്ഷണമാണ് മന്ന. അപ്പോൾ ആ മന്ന അവർക്കൊരുപാട് സന്തോഷവും സമാധാനവുമായിരുന്നു. കാരണം അവരുടെ വിശപ്പ് മാറി, ആവലാതി മാറി, പിണക്കം മാറി, പ്രശ്നങ്ങളെല്ലാം മാറി. അപ്പോൾ അതുപോലെ ആത്മശരീര മനസ്സുകൾക്ക് ഒരു ഉണർവേകുന്ന ഒരു ചെറിയ പരിപാടിയാണ് ഈ മന്ന എന്ന എൻ്റെ യൂട്യൂബ്. അതിൻ്റെ പേര് തന്നെ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ മന്ന ഞാനിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മന്ന വീഡിയോയിൽ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഉതകുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് പറയുന്നത്. എന്താണ് മനസ്സിന് വേണ്ടത്? സന്തോഷവും സമാധാനവും. അസ്വസ്ഥതയുള്ളപ്പോൾ കുറച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ സാന്ത്വനപ്പെടുത്താറുണ്ട്. പിന്നെ ഫുഡ് എല്ലാവർക്കും അത്യാവശ്യമല്ലേ. അപ്പോൾ 10-75 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ പല അനുഭവങ്ങളും നിങ്ങളോട് ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഈ അടുത്തൊരു ദിവസം 84 ബാച്ചിലെ സ്റ്റുഡൻസിനെ എല്ലാം കാണാനൊരു അവസരം ഉണ്ടായി. അതെങ്ങനെയാണെന്നറിയാമോ? 84 ബാച്ചിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാതാവിൻ്റെ ശവടക്കത്തിന് പോയി ഞാൻ അവിടെ. അപ്പോൾ അവിടെ ആ ബാച്ചിലുണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ വന്നിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരൊക്കെ ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവരൊക്കെ എന്നും കോണ്ടാക്റ്റിലാണ്. അതുകൊണ്ടാണ് ഒരാളുടെ അമ്മ മരിച്ചത് അത്രയും കുട്ടികൾ ഒരുമിച്ച് അറിഞ്ഞു വന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എന്നെ കണ്ടപ്പോൾ മേരി മിസ് വന്നു മിസ്. അപ്പം ഭയങ്കര സന്തോഷം. ആ പഴയ ഓർമ്മകളിലോട്ട് അവരെന്നെ കൊണ്ടുപോയി. അപ്പോൾ അവർ പലർക്കും എനിക്കിങ്ങനെ ഒരു ചാനലുള്ളതായിട്ട് അറിയില്ല. അപ്പോൾ അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ മിസ്സേ മന്ന? അതാണ് ഞാൻ ഈ മന്നയ്ക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞത്. എൻ്റെ ഈ മന്നയിലൂടെ ഒരുപാട് കിച്ചൺ ഹാക്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കിച്ചൺ ടിപ്സ്, അതുപോലെ തന്നെ ട്രഡീഷണൽ കുക്കിങ്. കാരണം ഇത്രയും വർഷത്തെ എൻ്റെ അമ്മ നല്ലൊരു കുക്കായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ പാചകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊന്നും എത്താൻ എനിക്ക് പറ്റില്ല. നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്നതായിരുന്നു അമ്മ. അപ്പം ഞാനുണ്ടല്ലോ, ഞാൻ ജനിച്ചു വളർന്നതും 25 വയസ്സ് വരെ, വിവാഹം വരെ ഞാൻ തൃശ്ശൂരായിരുന്നു. അപ്പോൾ തൃശ്ശൂർക്കാരുടെ വടക്കരുടെ ഭക്ഷണം തെക്കരുടെ ഭക്ഷണത്തെക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊക്കെ ഒരുപാട് നല്ല ട്രഡീഷണൽ ടൈപ്പുള്ള ഫുഡാണ്. അതൊത്തിരി പേർക്ക് ഇഷ്ടമാണ്. പിടിയൊക്കെ ഈ കോട്ടയത്തൊന്നും ആരും പിടിയും കോഴിയിറച്ചിയൊന്നും ഉണ്ടാക്കാറില്ല. അതുപോലെ ഒരുപാട് ട്രഡീഷണൽ പാചകങ്ങൾ ഞാൻ ഈ മന്നയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇത്രയും വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും അതുപോലെ തന്നെ ബൈബിള് ഞാൻ ഒരുപാട് പഠിക്കുകയും അതുപോലെ ബൈബിളിനെ കുറിച്ച് ഒരുപാട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഒരുപാട് ബൈബിളുമായി ബന്ധപ്പെട്ട് പല ഉപദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ ഇതാണ് ആത്മീകമായിട്ട് തരുന്നത്. അപ്പം മാനസികമായിട്ടും ആത്മീകമായിട്ടും എല്ലാ തലത്തിലും മന്ന നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണമായിരിക്കും. അപ്പോൾ ആത്മശരീര മനസ്സുകൾക്ക് ഉതകുന്ന എല്ലാ തര ഭക്ഷണങ്ങളും തരുന്ന ഈ മന്ന വീഡിയോയിലേക്ക് പുതിയ കൂട്ടുകാർക്ക് കൂടെ സ്വാഗതം. പിന്നെ ഇന്നൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും അധികം പേരും സ്ത്രീകളാണ്. നമുക്ക് ഇന്ന് മുതൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം അല്ലേ? അപ്പോൾ എൻ്റെ ആ സ്റ്റുഡൻസ് 84 ബാച്ചിലെ സ്റ്റുഡൻസ് പറഞ്ഞു, മിസ്സേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒത്തുകൂടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കിപ്പോൾ ഈ 75-ാം വയസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഒരുപാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ വീട് തൃശ്ശൂരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ കോട്ടയത്ത് CMS കോളേജിലാണ് MSc ചെയ്തത്. അക്കാലത്ത് MSc വളരെ ചുരുക്കം കോളേജുകളിലേ ഉള്ളൂ. എനിക്ക് BScക്ക് നല്ല മാർക്കുണ്ടായിരുന്നതുകൊണ്ട് ഏത് കോളേജിലും കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് CMS കോളേജിൽ കിട്ടിയത്. BScയുടെ മാർക്ക് വെച്ചാണല്ലോ MScക്ക് അഡ്മിഷൻ കിട്ടിയത്. BScയുടെ നല്ല മാർക്ക് കൊണ്ട് MScക്ക് എനിക്ക് മെറിറ്റ് കോട്ടായിൽ തന്നെ CMSൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ ദിവസവും അല്ലെങ്കിൽ പോകുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ളത് എന്താണെന്നറിയോ? തൃശ്ശൂർ കോട്ടയം തൃശ്ശൂർ കോട്ടയം കോട്ടയം തൃശ്ശൂർ യാത്ര ചെയ്യണം. ഇത് മുഴുവനും അന്ന് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്.
ട്രെയിനല്ല. കാരണം ട്രാൻസ്പോർട്ട് ബസ്സിലാണ് അന്നത്തെ യാത്ര. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം അവിടുന്ന് കയറി കോട്ടയത്ത് വരിക, കോട്ടയത്തുനിന്ന് പിന്നെ അവധി കിട്ടുമ്പോഴും വീക്കെൻഡിലുമൊക്കെ വീട്ടിലോട്ട് പോവുക. അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ് എൻ്റെ ഒരു സ്നേഹിത കൂടെ ആയിരുന്നു. ഒരിക്കലുണ്ടല്ലോ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, തിരക്കോട് തിരക്ക്. അപ്പോൾ ഞാനിങ്ങനെ കോട്ടയത്ത് വരെയുള്ള ടിക്കറ്റിൻ്റെ പൈസ എടുത്ത് കൈ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, വിദ്യാർത്ഥിയല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും. ഓരോ പ്രാവശ്യം പറയുമ്പം ഇച്ചിരി കഴിയട്ടെ, കോട്ടയത്ത് എത്തിയിട്ട് മതിയല്ലോ. അപ്പോൾ കണ്ടക്ടർ പിന്നെയും തിരക്കിൻ്റെ ഇടയിൽ പോയി ടിക്കറ്റ് അവിടെ ഇവിടെ എല്ലാം കൊടുത്തിട്ട് വരും. ഞാൻ അന്നേരം കൊടുക്കുമ്പോൾ തരാം, കുട്ടിക്ക് കോട്ടയത്ത് ഇറങ്ങിയാൽ മതിയല്ലോ. ശരി. അത് കഴിഞ്ഞ് ഇങ്ങ് എത്താറായി, ഏറ്റുമാനൂരെങ്ങാണ്ടായി. അപ്പോൾ ഞാൻ വീണ്ടും ഈ പൈസ കൊണ്ട് ചെന്നപ്പം ഇനിയിപ്പോൾ വേണ്ട, 5 മിനിറ്റ് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലെത്തും. ഞാൻ കണക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ ഈ പൈസ ഇനി എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിനി എന്താ ചെയ്യുക? താനൊന്നും ചെയ്യണ്ട, താനാണ് പൈസ കൊണ്ട് ഇറങ്ങിപ്പോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ ട്രാൻസ്പോർട്ട് ബസ് കാണുമ്പോഴെല്ലാം അങ്ങനെ കോട്ടയം വരെ തൃശ്ശൂരിൽ നിന്നും ഫ്രീ ആയിട്ട് വരേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്നറിയോ? തിരക്കിൻ്റെ കൂടുതലും കൊണ്ട് കണ്ടക്ടർക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റിയില്ല. അതാണ് ആ കഥ. ഇങ്ങനെ കുറേ കഥകളുണ്ട്. കഥകളെല്ലാം പറയാൻ പോയാൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാതെ പോകും. പിന്നീട് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഞാൻ എൻ്റെ 84 ബാച്ചിലെ പിള്ളേരുമായിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് ഇന്ന് തീരുമാനിച്ചു. നാളെ തൊട്ട് പോകാമല്ലോ. ഇനി അവരെ എന്നാ കാണുക? ആ മരിച്ച അമ്മച്ചിയുടെ 40-ാം ദിവസത്തിനായിരിക്കും. അന്നെങ്കിലും കാണുമ്പം അറേഞ്ച് ചെയ്യാം. പിന്നെ അടുത്ത കാര്യം വേറൊന്ന്, സ്ത്രീകൾ, വീട്ടമ്മമാരെക്കുറിച്ചാണ്. വീട്ടമ്മമാർക്ക് ഒരു പ്രത്യേക ആനുകൂല്യം ഇന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആ കോടതിയുടെ കൽപ്പന ഒരുപാട് നന്നായി. കാരണം ഇന്ന് കുറച്ച് സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, ഞാനൊക്കെ ജോലിക്ക് പോയവ. എന്നാൽ ഭൂരിഭാഗം സ്ത്രീകളും ജോലിയില്ലാതെ വീട്ടമ്മമാരായിട്ട് വീട്ടിൽ കഴിയുന്നു. അവരെ നമ്മൾ ഹോം മേക്കേഴ്സ് എന്നാണ് പറയുന്നത്. പണ്ടത്തെ പോലെ ഹോം മേക്കേഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അവരാണ് ആ വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പറയുമായിരുന്നു അമ്മമാരാണ് രാഷ്ട്രം മേക്കേഴ്സ്. അപ്പോൾ നേഷൻ മേക്കേഴ്സായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഹോം മേക്കേഴ്സ് ഇപ്പം നേഷൻ മേക്കേഴ്സാണെന്ന് പറയുന്നു. കാരണം ഒരമ്മ ഒരു വീട്ടിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു വീട്ടിൽ ചെയ്യുന്ന വേലയ്ക്ക് കൂലി നിശ്ചയിക്കാനേ പറ്റില്ല. അതുപോലത്തെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. അവരൊരു ദിവസം ആ വീട്ടിലില്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി. പുരുഷന്മാർക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അമ്മമാരാണ് ചെയ്യുന്നത്. മക്കളെ വളർത്തുന്നു, വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഔദ്യോഗിക ജോലിക്ക് പുറത്തേക്ക് പോകുന്നവരുമുണ്ട്. അപ്പോൾ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ ഓടി വന്ന് വീണ്ടും വീട്ടിലെ ബാക്കി കാര്യങ്ങളിലെല്ലാം അവർ വ്യാപൃതരാകുകയാണ്. വീട്ടിലെ ഒരു കാര്യവും ഉപേക്ഷിച്ചിട്ടല്ല ഒരമ്മയും ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ദിവസം 1000 രൂപ വെച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി അനുവാദം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് 30,000 രൂപയെങ്കിലും കണക്കാക്കി ശമ്പളം കണക്കാക്കണമെന്ന പുതിയ ഉത്തരവ് നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനത് അറിഞ്ഞു, അത് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ 2 നല്ല സത്വാർത്ത. ഒന്ന്, വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കെല്ലാം ഫ്രീ ആയിട്ട് ഇനി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ സ്വന്തം ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യാം. 2, സ്ത്രീകളുടെ ജോലിക്ക് ഒരു കൂലി നിശ്ചയിക്കത്തക്കവണ്ണം അവരുടെ ജോലിയെ നമ്മുടെ രാഷ്ട്രം മാനിച്ചു. അതൊരു വലിയ കാര്യം തന്നെയാണ്. സ്ത്രീകളുടെ ഒരു വിപ്ലവം പുതിയ ഒരു അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു. ഇതൊത്തിരി നല്ല കാര്യമല്ലേ? അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞവരെ എല്ലാം അറിയിക്കണം. അങ്ങനെ ഈ യൂട്യൂബ് വഴി ഇത് അറിയിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ നമ്മുടെ രാജ്യത്തെ ഈ 2 പ്രത്യേക ആനുകൂല്യങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തോട് നന്ദി.